നമസ്കാരം. രാജ്യത്ത് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദുഷ്പ്രചരണങ്ങളുടെ സത്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. രാജ്യത്ത് 4,90,000 അതായത് ഏതാണ്ട് 5 ലക്ഷത്തോളം ഏക്കർ ഭൂമി വഖഫ് ഭൂമിയുണ്ട്. ഈ വഖഫ് ഭൂമിയുടെ വില 6,000 കോടി രൂപയാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഭൂമിയും അതേപോലെ തന്നെ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഭൂമിയും, ഇത് രണ്ടും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് വഖഫ് ബോർഡിനാണ്. ഒന്നാമതായിട്ട് പറയട്ടെ, വഖഫ് ബോർഡിന് ഒരു തുണ്ട് ഭൂമി പോലും കൈവശം വെക്കാൻ അധികാരമില്ല. വഖഫ് ഭൂമി വേണ്ട രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അതിൻ്റെ ഉടമസ്ഥാവകാശം കൃത്യമായി നടപ്പിലാവുന്നുണ്ട്, അത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് അതിൻ്റെ ചെലവുകൾ അവർ ചെലവഴിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സമിതിയാണ് വഖഫ് ബോർഡ്. ഒന്നാമതായിട്ട്. 2, ഈ ഭൂമി, ഈ 5 ലക്ഷം ഏക്കർ എന്ന് പറയുന്നത് എങ്ങനത്തെ ഭൂമിയാണ്? ഇവയിൽ ഭൂരിഭാഗവും പള്ളികൾ നിൽക്കുന്ന, മസ്ജിദുകൾ നിൽക്കുന്ന ഭൂമിയാണ്. രണ്ടാമത്തത് ശ്മശാനങ്ങളാണ്, അതായത് മറവ് ചെയ്യുന്ന സ്ഥലങ്ങൾ. മൂന്നാമത്തത് മദ്രസകളുള്ള സ്ഥലങ്ങൾ. പിന്നീട് ഈ ദർഗകൾ, അതായത് ഈ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഈ ഖബറിടങ്ങളുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നിസാമുദ്ദീനെ പോലെയുള്ള അത്തരം ദർഗകളുള്ള സ്ഥലങ്ങൾ, അജ്മീർ, ഇതൊക്കെ തന്നെ ഇതിൽ വരും. ഇത്തരം ഭൂമിയാണ് വഖഫ് ഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ തുച്ഛമായ ഭൂമി, എസ്റ്റേറ്റ് ഉണ്ടാവാം, കെട്ടിടങ്ങൾ ഉണ്ടാവാം, അതൊക്കെ വളരെ വളരെ കുറവാണ്, അപൂർവങ്ങളായ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രചരണം ഇതാണ്. എന്നാൽ ദേവസ്വങ്ങൾക്ക് ഇതേപോലെ ഭൂമിയുണ്ടോ, ചർച്ചുകൾക്ക് ഭൂമിയുണ്ടോ എന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചയില്ല. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ മാത്രം 4,70,000 ഏക്കർ, തമിഴ്നാട്ടിൽ മാത്രം 4,70,000 ഏക്കർ ഭൂമി തമിഴ്നാട് ദേവസ്വത്തിനുണ്ട്. അതേപോലെ ആന്ധ്രാപ്രദേശിൽ ഏതാണ്ട് 75,000 ഏക്കറോളം ഭൂമി അവിടുത്തെ ദേവസ്വത്തിനുണ്ട്. ഏതാണ്ട് 4,500 ഏക്കർ ഭൂമി തെലങ്കാനയിലെ ദേവസ്വത്തിനുണ്ട്. ഏതാണ്ട് 5,35,000 ഏക്കറോളം ഈ 3 സംസ്ഥാനങ്ങളിൽ ദേവസ്വത്തിനുണ്ട്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള 32 വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിൽ അവരുടെ മേൽനോട്ടത്തിലുള്ള വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷം ഏക്കർ, 4,90,000 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തെറ്റിദ്ധാരണ. അതേപോലെ ക്രിസ്ത്യൻ ചർച്ചുകളുടെ ഭൂമി, ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ വഖഫ് ഭൂമിയെക്കുറിച്ച് മേൽനോട്ടത്തിന് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡുണ്ട്. ഹിന്ദു റിലീജിയസ് ഭൂമി, അതായത് ഹിന്ദു മതപരമായിട്ടുള്ള ഭൂമിയുടെ മേൽനോട്ടം വഹിക്കാൻ ദേവസ്വം ബോർഡുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിന് ഇത്തരം ഒരു സംവിധാനവും ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് നേരത്തെ ഭോപ്പാൽ ഹൈക്കോടതി ഇതേക്കുറിച്ച് വിധി വന്നെങ്കിലും ഇപ്പോഴും അതൊക്കെ തന്നെ അതാത് ചർച്ച് നല്ല രൂപത്തിൽ നോക്കി നടത്തുന്നു. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ, ചർച്ചിൻ്റെ കൈവശം ആകെ എത്ര ഭൂമിയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ കീഴിലല്ല. എന്നാൽ ദേവസ്വത്തിൻ്റെ ഭൂമി കിട്ടും, വഖഫിൻ്റെ കീഴിലുള്ള ഭൂമിയും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഭൂമിയുണ്ട്. സിഖ് മതത്തിനുണ്ട്, ജൈന മതക്കാർക്കുണ്ട്, ബുദ്ധന്മാർക്കുണ്ട്, എല്ലാ മതക്കാർക്കും ഭൂമിയുണ്ട്. ഒരു മതത്തിന് മാത്രമായിട്ടുള്ള ഭൂമിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരുടെ കയ്യിൽ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് മതവിദ്വേഷം ഉണ്ടാക്കുന്നതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത്, പുതിയ വഖഫ് നിയമം വരുന്നതോടുകൂടി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട പറയുന്നത്, പുതിയ വഖഫ് ബോർഡിൽ എത്ര വേണമെങ്കിലും ഇതര സമുദായക്കാരെ തള്ളിക്കയറ്റാം. 2 അമുസ്ലിങ്ങൾ വേണമെന്ന് നിർബന്ധം. അതോടൊപ്പം MLA-മാരുടെയും MP-മാരുടെയും പ്രതിനിധികൾ മുസ്ലിങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല, ആർക്കും ആവാം. അപ്പോൾ സ്വാഭാവികമായും പുതിയ വഖഫ് ബോർഡ് 2024 വഖഫ് ആക്ട് പ്രകാരം വരുന്ന വഖഫ് ബോർഡിൽ കൂടുതൽ അമുസ്ലിങ്ങൾ വരാം. അതിനെയും ഞാൻ വ്യക്തിപരമായിട്ട് ചോദ്യം ചെയ്യുന്നില്ല. നല്ല ആളുകൾ വന്നാൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും, വരട്ടെ. പക്ഷേ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. പുതിയ വഖഫ് ബോർഡിൽ എല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ലൊരു ബോഡിയാണ് വരുന്നതെങ്കിൽ എന്തിനാണ് 40ാം ആക്ടിലെ ആർട്ടിക്കിൾ 40, അതായത് ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിച്ച് ആ തീരുമാനമെടുക്കാനുമുള്ള വഖഫ് ബോർഡിൻ്റെ തീരുമാനം എടുത്തു കളയുന്നത്? ഈ വഖഫ് ബോർഡിൽ ഇതര സമുദായക്കാർക്ക് പകുതിയോളം പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ മറ്റൊരു ഇരട്ടത്താപ്പും വഖഫ് ബോർഡിൻ്റെ അധികാരം എടുത്തു കളയുകയും ചെയ്തു. അപ്പോൾ വഖഫ് ബോർഡിന് അധികാരം ഇല്ലാത്തത് പിന്നെ ആർക്കാണ് കൊടുക്കുന്നത്? ജില്ലാ കലക്ടർക്ക്. നിലവിലെ ഇന്ത്യയിലുള്ള വഖഫ് ഭൂമി ഏറ്റവും കൂടുതൽ കയ്യേറ്റം ചെയ്തിരിക്കുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരിനെതിരെ ഒരു ജില്ലാ കലക്ടർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നിലവിലുള്ള വഖഫ് ഭൂമിയുടെ കയ്യേറ്റം തുടരാനാണ് സാധ്യത. ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ അതിന് സാങ്കത്യം കൊടുക്കാനുമാണ് സാധ്യത. അപ്പോൾ അത് വലിയ ഗൗരവമായ പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ പുതിയ വഖഫ് ആക്റ്റിൽ സ്ത്രീകൾ 2 പേർ വേണമെന്നാണ് പറയുന്നത്. മാക്സിമം 2 എന്നാണ്. പഴയതിൽ മിനിമം 2 ആണ്, പുതിയതിൽ മാക്സിമം 2 ആണ്. ഏതാണ് നല്ലതെന്ന് ആളുകൾ തീരുമാനിക്കട്ടെ. അതേപോലെ തന്നെ ഈ വഖഫ് ബോർഡ് ചുമതലപ്പെടുത്തുന്ന സർവേ കമ്മീഷണർമാരാണ് ഈ ഭൂമിയെക്കുറിച്ച് പരിശോധിച്ച് ഇതിന് രേഖയുള്ള വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിക്കുന്നത്. അതേക്കുറിച്ച്
മിണ്ടാട്ടമില്ലാതെ സർവേ കമ്മീഷണർമാരെ മാറ്റിക്കൊണ്ട് ആ അധികാരവും ജില്ലാ കലക്ടർമാർക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. 5 വർഷം മുസ്ലിമായി ജീവിച്ച ഒരാൾക്കേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഭാഗത്ത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വേണമെന്ന് പറയുകയും മറുഭാഗത്ത് അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാനുള്ള അധികാരം എടുത്തു കളയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് BJP ഗവൺമെൻറ് പിന്തുടരുന്നത്. നേരത്തെ എത്രയോ ഹിന്ദു സമുദായത്തിലുള്ള ആളുകൾ മുസ്ലിം പള്ളിക്ക് ഭൂമി വഖഫ് ചെയ്തിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓമശ്ശേരി, കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയിലുള്ള ചോലക്കൽ ഭാഗത്തുള്ള പള്ളിയുടെ ഭൂമി നേരത്തെയുള്ള ഹിന്ദു സമുദായക്കാർ അതിന് സംഭാവനയായി കൊടുത്തതാണ്. ഇനി വിലക്കാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അവർ വളരെ മാന്യമായ രൂപത്തിൽ മസ്ജിദിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും വേണ്ടി കൊടുത്തതാണെന്നാണ് ഞാൻ അവിടെയുള്ള പഴയ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എത്രയോ സ്ഥലത്ത് ഹിന്ദു സമുദായക്കാർ പള്ളികൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുണ്ട്, ഹിന്ദു സമുദായക്കാർ ചർച്ചിന് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. മാലിക് ദിനാർ വന്നപ്പോൾ തന്നെ അവർക്ക് ആവശ്യമായ ഭൂമി കൊടുത്തത് ഹിന്ദു സമുദായക്കാരാണ്. അപ്പോൾ ഏത് സമുദായക്കാർക്കും ഇന്ത്യയുടെ മൗലികാവകാശമാണ്, ഇന്ത്യയിൽ ഒരു പൗരൻ്റെ മൗലികാവകാശമാണ് സ്വന്തം സ്വത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ആ മൗലികാവകാശം ലംഘിച്ചുകൊണ്ട് ഒരാളുടെ സ്വത്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് മുസ്ലിങ്ങൾക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം. എന്നാൽ മറ്റ് സമുദായക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. ഇപ്പോൾ ദേവസ്വത്തിന് മുസ്ലിമിന് സ്വത്ത് കൊടുക്കാം, ദേവസ്വത്തിന് ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, ചർച്ചിനും അതേപോലെ തന്നെ മുസ്ലിമിനും ഹിന്ദുവിനും കൊടുക്കാം. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് വഖഫ് ചെയ്ത് ഒരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഭൂമി കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയും ഇതേ സംവിധാനത്തിൽ ഇതര സമുദായക്കാരുടെ പ്രാതിനിധ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് നിലവിൽ വരുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, നീതിരഹിതമായ തീരുമാനമാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. വേറെ ചില ആളുകൾ പറയുന്നു വാക്കാൽ ദാനം. ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരു വാക്ക് അങ്ങ് പറഞ്ഞ് ഭൂമി കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം വാക്കാൽ ദാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഭൂമി വാക്കാൽ കൊടുക്കാമായിരുന്നു, അതായത് വഖഫ് ചെയ്യാമായിരുന്നു. അങ്ങനെ വഖഫ് ചെയ്ത ഭൂമി രേഖയില്ലെങ്കിൽ ആർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ അത് തെളിയിക്കുന്നത്? അന്ന് മുതൽ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ പല ദർഗകളും നിൽക്കുന്നത് ഒരു പക്ഷേ അതിന് ആധാരമോ കടലാസോ ഉണ്ടാവില്ല, പക്ഷെ അത് നിൽക്കുന്ന സ്ഥലം വാക്കാൽ കൊടുത്തതായിരിക്കും. ആ ഭൂമി ഇപ്പോഴും അവർ അപ്പോൾ ചരിത്രപരമായ ഉപയോഗം നോക്കിയാണ് തീരുമാനിക്കേണ്ടത്. അത് ചരിത്രപരമായിട്ട് ആ ഭൂമി മുസ്ലിങ്ങൾ ഉപയോഗിച്ച് വരുന്നു എങ്കിൽ അത് വഖഫ് ഭൂമിയാണ്, അത് കൈമാറ്റം ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ 1000 വർഷം മുമ്പത്തെ രേഖ എവിടെയെന്നൊന്നും ചോദിച്ചാൽ ഇന്ന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗം പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനം എടുക്കേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായിക്കൊണ്ട് ആ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് അതൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന രൂപത്തിൽ അത്തരം വാക്കാൽ ദാനമുള്ള ഭൂമിയൊക്കെ തന്നെ സർക്കാർ പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനെയാണ് രാജ്യത്ത് ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നിയമവിരുദ്ധമായ, രാജ്യത്ത് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ പാടില്ലാത്ത സംവിധാനമാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ പറയുന്ന ആളുകൾ ദേവസ്വത്തിൽ സിഖ്, അതായത് ഹിന്ദു സമുദായത്തിൻ്റെ സഹോദര സമുദായങ്ങളായി നിൽക്കുന്ന സിഖ് സമുദായക്കാരെയോ ബുദ്ധമതക്കാരെയോ ജൈനന്മാരെയോ അംഗമാക്കാൻ അനുവദിക്കുന്നുമില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പോയിട്ട് ഇവരെ പോലും, അതായത് ജൈനന്മാരെയോ ബുദ്ധന്മാരെയോ സിഖുകാരെയോ അംഗങ്ങളാക്കാൻ അനുവദിക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും വൈരുദ്ധ്യങ്ങളാണ്, സമ്പൂർണ്ണമായ വൈരുദ്ധ്യങ്ങൾ. മുസ്ലിം വിരോധം, വർഗീയ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമുദായത്തിനോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി അതിലെ അംഗങ്ങളെ ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി നടത്തുന്ന ചില അജണ്ടകളാണ് പുതിയ വഖഫ് നിയമത്തിൻ്റെ പുറകിലുള്ളത്. അത് ഒരു തരത്തിലും ഈ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. അത് തിരുത്തുകയാണ് വേണ്ടത്. അതിനെ ന്യായീകരിക്കുന്നതിൽ യാതൊരു സാങ്കത്യവും ഇല്ല. മുനമ്പത്തെ വിഷയം വേറെയാണത്, ഞാൻ പലതവണ പറഞ്ഞു, ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ വേണ്ടത് എല്ലാ സമുദായങ്ങൾക്കും ഒരേ നിയമവും നീതിയുമാണ്. ഭൂമിയുടെ ക്രയവിക്രയം മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ മതസംഘടനകൾക്ക് മൊത്തത്തിലൊരു തീരുമാനം ആവാം. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം വളരെ വൈരുദ്ധ്യമുള്ള നിയമങ്ങളും മറ്റുള്ള സമുദായങ്ങൾക്ക് മറ്റൊരു നിയമവും കൊടുത്തുകൊണ്ട് ഒരു സമുദായത്തെ അടിച്ചമർത്തുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കും ഉണ്ട്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദി, നമസ്കാരം.